നമ്മൾ സ്നോ പാർക്കിലൊക്കെ പോയി ഇനി അടുത്ത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ എന്തോ പാലസിലാണ് പോകാൻ പോകുന്നത്. അപ്പം സ്നോ പാർക്ക് ഭയങ്കര തണുപ്പ് പിടിച്ച സ്ഥലമായിരുന്നു. ഞാൻ തണുത്ത് വെറുതെ ചുമച്ചൊക്കെയാണ് വന്നത്, ശ്വാസം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്നോ പാർക്കിൽ അത്ര വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ചെറുതായിട്ടൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതലും മഞ്ജുവാണിയിലൂടെയാണ് ഫോട്ടോ എടുത്തത്. ബിക്കോസ് ഞാൻ ഫോൺ കൊണ്ടുപോയില്ല. നമ്മളൊരു അവിടെ ചെന്നപ്പം തന്നെ നമുക്ക് സോക്സും പിന്നെ ഇച്ചിരി കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് സോക്സും ഒക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം മാത്രമല്ല കേസ് വന്ന് വീഴുന്ന ഇവിടെയൊക്കെ മരവിച്ച് പോയി. എനിക്കൊരു തണുപ്പാണ്. മൈസൂരിൽ പോകുമ്പം ഐസ് പാർക്ക് മസ്റ്റ് ട്രൈ ചെയ്യണം. പക്ഷെ കൂടുതൽ നേരം നിൽക്കില്ല. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഒരു 15 മിനിറ്റോ 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് തണുപ്പ് തുടങ്ങുന്നത്. അവിടെ ഭയങ്കര ആൾക്കാരായിരുന്നു. പിന്നെ അവിടെ നിങ്ങൾക്ക് തണുക്കുന്നെങ്കിൽ അവിടെ കോഫി ഹൗസ് പോലത്തെ ഒരു സാധനം ഉണ്ടാകാം. അപ്പം നമുക്ക് അവിടെ ടിപ്പു സുൽത്താൻ്റെ അടുത്ത് പോവാം. എന്നോട് വേറെ ഒരാളുണ്ട്. ഫസ്റ്റ് ഞാൻ ഇന്നലെ DJ ഒക്കെ വെച്ച് നമ്മൾ ഡാൻസൊക്കെ കളിച്ചു. അപ്പം നിങ്ങൾ ആ പാർക്കിൽ കയറുകയാണെങ്കിൽ വീഡിയോ ഒന്നും അത്ര എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഫസ്റ്റ് നല്ല കാലും പക്ഷെ ഈ സ്ഥലത്ത് നമുക്ക് ഒരു കയ്യിലൊക്കെ ഒരു സാധനം തരും. അതിൻ്റെ അകത്തായിരിക്കും ഐസ് കയറുന്നത്, മനസ്സിലായോ? അതിൻ്റെ അകത്ത് കട്ട പിടിച്ചിരിക്കും. അത് മാത്രമല്ല നിങ്ങൾ തൊപ്പിയിട്ടാൽ നിങ്ങൾ ശ്വാസം എടുക്കാൻ പറ്റില്ല. ശ്വാസം എടുത്ത് മൂക്കി നടക്കുന്നെങ്കിൽ ഫുള്ള് ഐസ് മൂക്കി കയറി പോകണം. നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ആക്കിയിട്ട് ഇൻഹെയിൽ ആക്കിയിട്ട് എക്സ്ഹെയിൽ ആക്കുമ്പോൾ തന്നെ കുറേ പുക വയ്ക്കാത്തുനിന്ന് പോകും. അപ്പം കാണിച്ചു തരാം ആരെയായിരുന്നു കൂടെ വന്ന് കൊച്ചെന്ന്. നമുക്കിനി ടിപ്പു സുൽത്താൻ്റെ അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. നോക്ക് ഒരു കാറ്റോട് നോക്കച്ചു. അപ്പൊ ഞാനാണ് ഇവിടെ ഫോട്ടോ ഒട്ടിക്കുന്നത്.